ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഒട്ടനവധി ആളുകളെ കൺസൾട്ടേഷനിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ കുടുംബജീവിതത്തിൽ പലരും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള പല വാർത്തകളും വരുമ്പോൾ ഒട്ടേറെ വേദനയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. രക്ഷിതാക്കളുടെയും വിവാഹ ജീവിതത്തിൽ തുടരുന്നവരുടെയും അറിവിലേക്കായി. ഞാൻ ഡോക്ടർ വിപിൻ റോൾഡൻ, കൊച്ചിയിലുള്ള റോൾഡൻ റിജുവിനേഷൻ മൈൻഡ് ബിഹേവ് സ്റ്റുഡിയോയുടെ ഫൗണ്ടറും സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമാണ്. ഫാമിലി കേസസ് ആണ് ഞാൻ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുക. ഫാമിലി കൗൺസിലിങ്ങിൽ 25 വർഷത്തോളമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള പല കുടുംബങ്ങളിലും നമ്മളുടെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്ന പല കേസുകളിലും തീർച്ചയായും ഇന്ന് പത്രമാധ്യമങ്ങൾ കാണുന്നത് പോലെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവർ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അവയ്ക്ക് പരിഹാരമായിട്ട് ഇവരെ അമ്മാവനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കും കൺസൾട്ടേഷനിലേക്ക് എത്തിക്കുക. ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്നത് തന്നെ രണ്ട് വ്യക്തികൾ ചേർന്ന് വിവാഹ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് രമ്യമായി പരിഹരിക്കാനും രണ്ടാൾക്കും അവരുടെ പക്ഷം പറയാനും രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടായ കുറവുകൾ കേട്ട് മനസ്സിലാക്കി തിരുത്തി സന്തോഷകരമായിട്ട് അവരുടെ ജീവിതം അവരുടെ കുട്ടികളുടെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു വേദിയാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വേദിയാണ്. കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ചിലരെങ്കിലും നെറ്റി ചുളിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്നുള്ളത് ഇന്ന് പരക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ശരീരത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ സ്ട്രെസ് ആയിക്കോട്ടെ, സ്ട്രെയിൻ ആയിക്കോട്ടെ, ഒരു ഡിപ്രസീവ് മൂഡ് ആയിക്കോട്ടെ, ഉത്കണ്ഠ ആയിക്കോട്ടെ, ആകുലതകൾ, മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ആയിക്കോട്ടെ, കുടുംബ പ്രശ്നങ്ങളുടെ രൂപത്തിൽ വരുന്ന സ്ത്രീധന സംബന്ധമായിക്കോട്ടെ, വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ആശയവിനിമയ തകരാറുകളായിക്കോട്ടെ, മക്കളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ കൗൺസിലിങ്ങിലൂടെ തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്ന് ലോകമെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ചിലരെങ്കിലും മക്കളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ തന്നെ അച്ഛനും അമ്മയും അവർ തമ്മിൽ സംസാരിച്ച് സഹോദരങ്ങളോട് പോലും പറയാതെ മൂടിവെക്കും. ഇനി സഹോദരങ്ങൾ അറിഞ്ഞുവെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ ചർച്ച ചെയ്യും, ചെറിയ ചില ഇടപെടലുകൾ നടത്തും. മക്കളെ, ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ തന്നെ അങ്ങ് സോൾവ് ആക്കൂ, ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് ചില നല്ല ഉപദേശങ്ങൾ കൊടുക്കുമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഇഷ്യൂ മകൾ അല്ലെ മകൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ പലപ്പോഴും നടക്കുന്നില്ല എന്നതാണ് ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷനും സ്ത്രീയും നേരിടുന്ന പ്രശ്നങ്ങൾ അനവധിയാണ്. അത് ഏത് മേഖലയിലും അങ്ങനെയുണ്ട്. ചില സ്ഥലത്ത് വിവാഹം കഴിച്ച് ചെല്ലുന്ന പെൺകുട്ടികൾ അവരുടെ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ അല്ലെങ്കിൽ നാത്തൂൻ അങ്ങനെയൊക്കെ പറയുന്ന കാറ്റഗറിയും പെട്ട സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ, മറ്റു ചിലത് പേഴ്സണാലിറ്റി ഇഷ്യൂസാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആയിരിക്കാം, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ആയിരിക്കാം, നാർസിസ്റ്റിക് ലെവലിലുള്ള ഭർത്താവോ ഭാര്യയൊക്കെ ആയിരിക്കാം. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ വരുന്നതെല്ലാം ഏത് കാറ്റഗറിയിലാണ്? മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിലാണ്. മൈൻഡ് ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് പോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി ഇവയെ ആദ്യഘട്ടം മുതലേ പരിഹരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് സംതൃപ്തപരമായ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്, കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. പരസ്പരം പോരടിക്കുന്ന, ഏറ്റുമുട്ടുന്ന, ഉപദ്രവിക്കുന്ന, ആക്രമിക്കുന്ന ലെവലിലേക്ക് ഭർത്താവും ഭാര്യയും പോകാൻ വേണ്ടിയല്ല വിവാഹം കഴിക്കുന്നത്. ഇനി ഇതിന്മേൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരമില്ല എന്ന് വിചാരിച്ച് ജീവനൊടുക്കുക എന്നതല്ല പരിഹാരം. ജീവനൊടുക്കുമ്പോൾ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ വിചാരിക്കും ഇതോടുകൂടി എല്ലാം പരിഹാരമാവുന്നു എന്ന്. പരിഹാരമാവുന്നില്ല. ജീവിച്ചിരിക്കുന്നവർക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, മക്കൾക്ക് തീരാവേദന സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ ജീവിതവും കടന്നു പോകുന്നത്. മരിക്കേണ്ട ഒരാവശ്യവുമില്ല വിവാഹത്തിൽ. മരിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് നയിക്കേണ്ട സാഹചര്യവുമില്ല വിവാഹത്തിൽ. ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും എന്ന് പറയുന്ന പഴയ പ്രയോഗം എന്ന് പറയുമ്പോൾ, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പിലൂടെ അവയ്ക്ക് പരിഹാരം കണ്ടെത്തുക എന്നത് മാത്രമാണ് കുടുംബജീവിതത്തിന്റെ പരിഹാരം. നമ്മുടെ ജീവൻ എടുക്കാനും മറ്റൊരാളുടെ ജീവൻ എടുക്കാനും നമുക്ക് യാതൊരു തരത്തിലും അവകാശമില്ല. അത് കുഞ്ഞുങ്ങളുടെ മരണമടക്കം പല കേസുകളും റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം വേദനാജനകമാണ്. ഒരു പരിഹാരവുമില്ല, ഒരു ഹോപ്പുമില്ല എന്ന തരത്തിലേക്ക് ചിന്ത വന്ന് കയറുമ്പോൾ പലപ്പോഴും തെറ്റായ പ്രവണതകളിലേക്ക് നമ്മുടെ മനസ്സ് പോകും. യാതൊരു സ്കോപ്പുമില്ല, ഒരു പരിഹാരവുമില്ല എന്ന തരത്തിലുള്ള ചിന്തകൾ വന്ന് കയറുമ്പോൾ മനസ്സ് അസ്വസ്ഥതയിലേക്ക് പോകും, തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കും. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയ വിഷാദത്തിന്റെ തലത്തിലേക്ക് ഒരു വ്യക്തി കടന്നു പോകാൻ തക്കവണ്ണമുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ആ വിഷാദച്ചായയിൽ ജീവിക്കണ്ട എന്ന തോന്നലും നിരന്തരമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മാനസികാരോഗ്യം ഏറ്റവും പ്രധാനമാണ്. വിവാഹ ജീവിതം സന്തോഷകരമായിട്ട് പോകാൻ എന്നുള്ളത് ഓരോ ഭർത്താവും ഭാര്യയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവരുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓരോ പെൺകുട്ടിക്കും പുരുഷനും സന്തോഷകരമായിട്ട് ജീവിക്കാൻ തക്കവണ്ണമുള്ള
ഭവനാന്തരീക്ഷം ഉണ്ടാക്കാൻ ഇൻലോസും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരാണ് ഇവരുടെ പ്രശ്നങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിച്ച് കൂട്ടുന്നതെന്നുള്ളത് അവരൊക്കെയും ഇവരുടെ കുടുംബജീവിതത്തെ തകർക്കുമ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട വില്ലന്മാരും വില്ലത്തികളുമാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാനസികാരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാൻ ഒരുപക്ഷെ ഒരാളുടെ സഹായവും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവനെ പുണർന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ജീവൻ അവസാനിപ്പിക്കുന്നതിലല്ല, ഏതൊരു പ്രതിസന്ധിയിലും ജീവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അന്തസ്സോടെ സന്തോഷത്തോടെ ജീവിക്കാൻ തക്കവണ്ണമുള്ള സപ്പോർട്ടാണ് നമ്മൾ പരസ്പരം കൊടുക്കേണ്ടത്. തങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മകൾ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പറയുമ്പോൾ പലരും അത് ഒളിച്ചു വെക്കുകയാണ്. ഇതേപോലെ തന്നെ നിങ്ങളുടെ മകൻ അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടെന്ന് വെളിപ്പെടുത്തിയാലും ഒളിച്ചു വെക്കുകയോ നിങ്ങളുടെ ഇടയിൽ മാത്രം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ പരിഹരിക്കപ്പെടേണ്ട തലത്തിലേക്ക് ഒരു കൗൺസിലിങ്ങോ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാതെ വീണ്ടും മൂടി വെക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പലരുടെയും ജീവനെടുക്കുന്ന തലത്തിലേക്ക് പോവുകയും ചെയ്യും. പിന്നീട് നാണക്കേട് കൊണ്ട് മറ്റുള്ളവരോട് പറയാതിരുന്ന, പങ്കുവെക്കാതിരുന്ന, സ്റ്റെപ്പുകൾ എടുക്കാതിരുന്ന അതേ പ്രശ്നങ്ങളൊക്കെ തന്നെയും മീഡിയയുടെ മുമ്പിൽ ആദ്യകാലം മുതലേ ഇങ്ങനെയായിരുന്നു, അവൾ അങ്ങനെ ചെയ്തു, അവനെ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവൻ എൻ്റെ മകളെ ഈ രീതിയിലാണ് മർദ്ദിച്ചിരുന്നത്, വിഷമിപ്പിച്ചിരുന്നത് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും കൃത്യമായ രീതിയിലേക്ക് മീഡിയയുടെ മുമ്പിൽ പങ്കുവെക്കപ്പെടുമ്പോൾ ഈ നാണമോ അല്ലെങ്കിൽ പലപ്പോഴും അത്തരത്തിൽ നമ്മൾ പല ഹെസിറ്റേഷൻസും ഒഴിവാക്കിക്കൊണ്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മുൻപേ തന്നെ സ്റ്റെപ്പുകൾ എടുക്കപ്പെടേണ്ടിരുന്ന പല കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ സമൂഹത്തെ ഓർത്തോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നൊക്കെ ഓർത്തോ നമ്മൾ സ്റ്റെപ്പുകൾ എടുക്കാതെ പോകുന്നതെങ്കിൽ അത് മകൻ്റെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നമായിട്ട്, കുടുംബജീവിതത്തിൻ്റെ അവസാനമായിട്ട്, മക്കളുടെ അന്ത്യമായിട്ടൊക്കെ മാറുമ്പോൾ അത് വിധിയെന്ന് കരുതി സമാധാനിക്കാൻ പറ്റില്ല. പലതും വരുത്തി വെക്കുന്ന ദുരന്തങ്ങളായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും സുന്ദരമായി പോകുന്ന ഒട്ടനവധി കുടുംബജീവിതങ്ങളുടെ നല്ല പിക്ചറിന് കോട്ടം വരുത്തുന്ന തരത്തിലുള്ള അവസ്ഥകളായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് റെസ്പോൺസിബിൾ ആവാം. ഏതൊരു പ്രശ്നമായിക്കോട്ടെ അത് പരിഹരിക്കാൻ സാധിക്കും എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇപ്പോൾ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. നമുക്കൊരു കൗൺസിലിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഫാമിലി കൺസൾട്ടേഷൻ എടുക്കണം എന്നുള്ള സ്റ്റെപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുക, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കുക. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം ശോഭനമാക്കാൻ, സുന്ദരമാക്കാനുള്ള സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാം, സന്തോഷകരമായി മുന്നോട്ട് പോകാൻ തയ്യാറാവാം.